കൊല്ലം ആയൂരിൽ KSRTC ബസും പിക്കപ്പ് ലോറിയും കൂട്ടിയിടിച്ച് ഒരു മരണം. പിക്കപ്പ് ലോറി ഡ്രൈവർ ഷിബുവാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്ക്. കോട്ടയം മല്ലപ്പള്ളി പത്തനംതിട്ട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ബസ് തോട്ടിലേക്ക് മറിഞ്ഞു. ഞാൻ ഇതുവഴി പാസ് ചെയ്ത് വന്നപ്പോൾ ഇവിടെ ആക്സിഡൻറ്റ് നടക്കുന്ന വണ്ടികൾ കൂടിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇറങ്ങി നമ്മൾ കൂടെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തി. അതിലെ ഡ്രൈവറെ നമ്മളിപ്പോൾ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഒരു 5 മിനിറ്റിനകം ഡ്രൈവർ മരണപ്പെട്ടു. പിക്കപ്പ് വാഹനത്തിലെ ഡ്രൈവറെ കൊണ്ടുപോയി. പിക്കപ്പ് ഇതിലെ നാണിപ്പീരിലെ ഡ്രൈവറെ കൊണ്ടുപോയി. അദ്ദേഹം മരണപ്പെട്ടു. 10 മിനിറ്റോളമായി ഇപ്പോൾ മരണപ്പെട്ടിട്ട്. അവിടെ ആശുപത്രി എത്തി ഒരു 5 മിനിറ്റിനകം മരിച്ചുപോയി. ഈ ഫാസ്റ്റ് മുല്ലൂരിൽ നിന്ന് വന്നെയാന്ന് പറഞ്ഞു. ഇത് എവിടുന്ന എങ്ങനെ വന്ന് ഇരിച്ചെന്നറിയാം. ആയൂരിൽ നിന്ന് ട്രൈ ചെയ്ത് ഇങ്ങോട്ട് വന്നാ ഇത് അതിൽ ഫ്രണ്ടിരുന്ന ലേഡിക്ക് ഇച്ചിരി ഗുരുതരമാണ്. കൊല്ലത്ത് നിന്ന് ഷമീർ ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഷമീർ, ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്, ഒപ്പം 14 പേർക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അപകടം ചെറുതല്ല. എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? 8:50 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. മലയോര ഹൈവേയുടെ പണി നടക്കുന്ന ആയൂർ ഭാഗത്താണ് ഇത്തരത്തിൽ ഈ 2 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചത്. ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഈ ബസ് തിരുവനന്തപുരത്തേക്ക് പോയതാണ്. പത്തനംതിട്ടയിലെ മല്ലപ്പള്ളിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്ത ബസ്സാണ്. ഇരു വാഹനങ്ങളും അമിത വേഗതയിലെത്തി നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ പറയുന്നത്. ഇടിയുടെ ആഘാതത്തിൽ ഈ ബസ് സമീപത്തെ തോട്ടിലേക്ക് മറിഞ്ഞു. ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. യാത്രക്കാരെ വളരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. അഞ്ചൽ മിഷൻ ആശുപത്രിയിലേക്കും അതുപോലെ ഗുരുതരമായി പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അപകടം ബന്ധപ്പെട്ട് ഒരു മരണമാണ് ഔദ്യോഗികമായ ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുന്നത്. പിക്കപ്പ് ഡ്രൈവർ വെളിയം സ്വദേശി ഷിബു ആണ് മരണപ്പെട്ടത്. ഈ പിക്കപ്പ് വാഹനത്തിൽ ഷിബുവിനെ കൂടാതെ ഒരു സ്ത്രീയും മറ്റൊരു പുരുഷനും ഉണ്ടായിരുന്നു. അവരെ ഇപ്പോൾ ഈ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ റോഡിൽ നിന്നും വാഹനങ്ങൾ ഇടിയുടെ ആഘാതത്തിൽ തെന്നി മാറിയാണ് തോട്ടിലേക്ക് മറഞ്ഞതെന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ പറയുന്നത്. എന്തായാലും വളരെ വേഗത്തിൽ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി. രക്ഷാപ്രവർത്തനത്തിൽ ബസ്സിൽ നിന്നും ആളുകളെ പുറത്തെത്തിക്കുന്നതിനാണ് അല്പം കാലതാമസം നേരിട്ടത്. ബസ്സിന്റെ ഒരു ഭാഗത്ത് ഇരുന്നവർ ആണ് കൂടുതൽ പരിക്കേറ്റവരിൽ കൂടുതൽ പേരും. 14 പേർക്ക് പരിക്കുണ്ടെന്നാണ് നമുക്ക് പ്രാഥമികമായി ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റവരുണ്ട്. അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെ ഈ അഞ്ചലിലെ മിഷൻ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണുള്ളത്. എന്തായാലും ഈ ഇടിയുടെ ആഘാതം വലിയ രീതിയിലുള്ള ഇടിയാണ് ഉണ്ടായത്. ഈ പിക്കപ്പ് വാഹനത്തിന് മുൻവശം ചെന്ന് KSRTCയുടെ മുൻവശത്തേക്ക് ഇടിച്ച് ഇരു വാഹനങ്ങളും ഒരേ ദിശയിലേക്ക് തിരിഞ്ഞ ശേഷമാണ് അറിയുകയും ചെയ്തത്. വീണ, എന്തായാലും ഒരാൾ മരിച്ചു എന്ന് നമുക്കിപ്പോൾ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. എന്തായാലും KSRTC ബസ്സിൽ സഞ്ചരിച്ചവർക്കെല്ലാം തന്നെ ഗുരുതരമായ പരിക്ക്. ഏതാണ്ട് 6ലധികം പേർക്കാണ് ഗുരുതര പരിക്കുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ബാക്കിയുള്ളവരെ ഇപ്പോൾ അഞ്ചൽ മിഷൻ ആശുപത്രിയിൽ അവർ ചികിത്സയിൽ തുടരുകയാണ്. വീണ, കൂടുതൽ വിവരങ്ങൾ കൊല്ലത്ത് നിന്ന് നൽകുകയായിരുന്നു ഷമീർ.